ഹലോ, ഇന്നൊരു ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷോപ്പ് തുറക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു ദിവസം പോലും ഞാൻ വീട്ടിലിരിക്കലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീടും ചുറ്റുപാടൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ ഞാൻ ഷോപ്പ് തുറക്കലുണ്ട് കേട്ടോ. ഷോപ്പ് തുറക്കാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതാകെ വൃത്തികേടായി കിടക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. ആ സമയത്താണ് കൈക്ക് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് കെട്ടി പിന്നെ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ നമ്മൾ ഒരു സ്ഥിരം കസ്റ്റമറാണ്, ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും തരുന്ന ആളായതുകൊണ്ട് നമുക്കങ്ങ് ഒഴിവാക്കി വിടാനും പറ്റില്ല. പിന്നെ പൈസ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് പിന്നെ ബാക്കി പണികളൊക്കെ അവിടെ നിർത്തി വെച്ച് ഞാൻ വേഗം തന്നെ ഷോപ്പിലേക്ക് പോയിട്ടോ. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ നെക്കിൽ ചെറിയൊരു ബോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അതിലില്ല. പിന്നെ വെച്ചാൽ ഈ തുണി നമ്മളെ കയ്യിൽ നിൽക്കാത്തൊരു തുണിയാണ് കേട്ടോ. അത് എത്ര മടക്കി വെച്ചിട്ടാണെങ്കിലും അളവ് കറക്റ്റായി കിട്ടണില്ല. തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജോർജറ്റ് മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ ഒരു തുണിയാണ്. ശരിക്കും ഇത് മൊട്ട് സൂചിയൊക്കെ കുത്തി വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. പിന്നെ ഞാൻ ടൈമില്ല, അതൊന്നും എടുക്കാനുള്ളൊരു മടിയുണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. അത് കറക്റ്റ് ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്. ആദ്യം തന്നെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഫ്രണ്ടിലത്തെ ഭാഗം അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മോഡലൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കിലൊരു സീക്രട്ട് സിബ് മാത്രം കൊടുക്കണം, പിന്നെ ബോട്ടം സിഗരറ്റ് ബോട്ടം മതി എന്നുമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്ക് നമ്മളെ ഇഷ്ടത്തിന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ റൗണ്ട് നെക്കാണല്ലോ ഏറ്റവും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാനതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ള വെച്ചാൽ എന്താ അറിയോ, ഞാനിപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോക്കില്ലേ, അത് ഈ ലാസ്റ്റ് ടൈം ആയപ്പോൾ എനിക്ക് നല്ല പണി വന്നേന് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ചോക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതൊരു മെഴുക് പോലത്തെ ഒരു ചോക്കാണ്. അപ്പോൾ ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയെന്താ വെച്ചാൽ വൈറ്റ് ആണല്ലോ. അപ്പോൾ വൈറ്റിൽ ഇങ്ങനത്തെ കളറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതതിൽ പിടിച്ചിരിക്കുന്ന ഒരു ചോക്കാണ് ഇട്ടത്. ഇതാണെങ്കിൽ പുറത്തേക്ക് നല്ലോണം തെളിഞ്ഞ് കാണുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ആകെ ബേജാറായിട്ടോ. ഇത് ഒരു വരുന്നതിന് മുമ്പ് വൃത്തിയാക്കാൻ വേണം. അപ്പോൾ നമുക്കുള്ള കസ്റ്റമറാണെങ്കിൽ ഒരു പാവമായതുകൊണ്ട് അവർക്കത് വലിയ വിഷയമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് നനച്ചൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊടുത്തത്. പക്ഷേ എല്ലാ കസ്റ്റമറും ഒരുപോലെ ആവണമെന്നില്ല. ഇതിൻ്റെ മുൻപ് ഒരു സാരി ബ്ലൗസിൽ ഇതുപോലെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കസ്റ്റമർ ഇയാളെപ്പോലെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ബേജാറായി ഉണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമൊന്നുമില്ലാതെ വൃത്തിക്ക് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ടിങ്ങിലാണ് കേട്ടോ എനിക്ക് കുറച്ചധികം ടൈം എടുക്കുക. എന്നാൽ സ്റ്റിച്ചിങ്ങിലാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കും കേട്ടോ. പിന്നെ ഈ മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ട് അതിലും കൂടി കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിന്. 1:30 ആയിട്ട് ഞാനത് കട്ട് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഏകദേശം ഒരു 3:30 4 മണി